മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിച്ച് നിന്നുകൊണ്ട് ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ബ്രദർ പറഞ്ഞു, സ്നാപക യോഹന്നാന് ഈശോ ആരാണെന്നുള്ളത് വെളിപ്പെട്ട് കിട്ടിയതാണ്. ഒത്തിരി പേര് ഈ സ്നാപക യോഹന്നാൻ്റെ അടുത്ത് മാമോദിസ സ്വീകരിക്കാനായിട്ട് വന്നു. അപ്പോൾ ഈ വന്നവരിൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ക്രിസ്തുവാണെന്ന് സ്നാപക യോഹന്നാന് മനസ്സിലായി. അതോടൊപ്പം തന്നെ സ്വർഗം സ്നാപക യോഹന്നാൻ അത് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് സ്നാപക യോഹന്നാൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ അങ്ങിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കവേ നീ എൻ്റെ അടുക്കലേക്ക് വരുന്നുവോ, അല്ലേ? അപ്പോൾ സർവ്വനീതിയും പൂർത്തിയാക്കട്ടെ എന്നും പറഞ്ഞ് ഈശോ തന്നെ സ്നാനം ചെയ്യാൻ വേണ്ടി സ്നാപക യോഹന്നാനെ അനുവദിക്കുകയാണ്. ഈ സ്നാപക യോഹന്നാൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴെന്ത് സംഭവിച്ചു? ഈശോയെ സംശയിക്കുകയാണ്. എന്നിട്ട് തൻ്റെ ദൂതന്മാരെ ഈശോയുടെ അടുക്കലേക്ക് വിട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ തന്നെയാണോ വരാനിരിക്കുന്ന രക്ഷകൻ? അപ്പോൾ ഈശോ എന്താ പറയുന്നത്? നിങ്ങളിവിടെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ചെന്ന് അവനോട് പറയണം, അല്ലേ? അന്ധര് കാഴ്ച ലഭിക്കുന്നു, മുടന്തര് നടക്കുന്നു, ബധിരർക്ക് കേൾവി ലഭിക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നീ എന്നവരോട് പറ. ഞാൻ സ്നാപക യോഹന്നാനോട് പറയുന്നില്ല, ഞാൻ ഈശോയാണെന്ന് വന്നവരോട് പറയുന്നില്ല, പക്ഷേ നീ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ചെന്ന്, അതായത് ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ മുഴുവൻ ഈശോയിൽ നിറവേറുന്നത് ചെന്ന് പറയാനാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും എനിക്ക് തോന്നിയൊരു ചിന്ത ഇതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്, ഈശോയിൽ വളരെ വിശ്വാസമാണ്. പക്ഷെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ഈശോയുടെ സ്നേഹത്തെ സംശയം തോന്നും. അപ്പോൾ നമ്മൾ ഓടി നടക്കാതെ, അവിടെയും ഇവിടെയൊക്കെ ഓടി നടക്കാതെ സ്നാപക യോഹന്നാൻ ചെയ്തതുപോലെ നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് തന്നെ പോകണം. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയുടെ അർത്ഥം എന്താണ്? അങ്ങനെ നമ്മൾ ഈശോയോട് തന്നെ ചോദിക്കുമ്പോൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തൽ തരും. ഇത് തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അവൾ സംശയിച്ചു. അപ്പോൾ സംശയം ഒരു പരിധിവരെ നല്ലതാണ്. സംശയം വരുമ്പോൾ നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവിക വെളിപാട് നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. Thank you. Praise the Lord.